pregnant ആണോ? ഹായ് എവ്രിബഡി. അപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് റിക്വസ്റ്റ് വരുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറി. ഇത് ചെയ്യാൻ ആക്ച്വലി ഇത്രയും വൈകിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജും ഡെലിവറി സ്റ്റേജും മാത്രമാണ് എല്ലാവരും കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫേസും പ്രഗ്നൻസി ഫേസും ഡെലിവറി ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരുടെയും വിചാരം കുഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഓക്കെ അമ്മ ബാക്ക് ടു നോർമൽ, കുറച്ച് പ്രസവ ശുശ്രൂഷയൊക്കെ കഴിയുമ്പോഴേക്കും പെർഫെക്റ്റ് ആയി നോർമൽ, ബാക്ക് ടു നോർമൽ. വെരി റോങ്. തിയറിറ്റിക്കലി ഉള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറിയാണ് പറയുന്നത്. അപ്പോൾ ഐ എം ടെലിംഗ് ഇറ്റ് ഫ്രം മൈ എക്സ്പീരിയൻസ്. കംപ്ലീറ്റ് ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാതെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. അത് ഇപ്പം എൻ്റെ മോനൊരു 1.25 വയസ്സായിട്ട്. നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആണ്? അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പീരിയഡ്സ് മിസ്സായിട്ടാണ് ഒരാൾക്ക് മനസ്സിലാവുന്നത്. നമുക്കൊരു ഡൗട്ട്, പ്രഗ്നൻ്റ് ആണോ? യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ആണ്. യൂറിനിൽ beta-HCG എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ലെവൽ മിനിമം ഒരു 8-9 ഡേയ്സ് വെയിറ്റ് ചെയ്താൽ യൂറിനിലേക്ക് ആ ഒരു ഹോർമോണിൻ്റെ ലെവൽ എത്തത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അതിന് മുൻപേ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കുന്ന ബ്ലഡിൽ ആ ഒരു ഹോർമോണിൻ്റെ ടെസ്റ്റാണ്. അവിടെയും മൈന്യൂട്ട് ചേഞ്ചസേ ഉണ്ടാവുള്ളൂ. പക്ഷേ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കൊരു ഫെയിൻലി ഒരു ട്രേസ് പോസിറ്റീവ് ടെസ്റ്റ് കാണിക്കും. അപ്പോൾ എൻ്റെതൊരു അൺപ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നു. അപ്പം ഞാനിത് ഇങ്ങനെ തിയറിയൊക്കെ പഠിച്ചിട്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഫിസിക്കൽ ചേഞ്ചസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ബ്രസ്റ്റിൽ എൻഗോർജ്മെൻറ്റ് വന്നു. അതായത് നീര്, വേദന, തരിപ്പ്. പക്ഷേ എൻ്റെ പീരിയഡ്സിൻ്റെ ഡേറ്റ് ആയിട്ടുമില്ല. അപ്പം പീരിയഡ്സിൻ്റെ ഡേറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു. 24 hours റിസൾട്ട് വരുന്നത്. സീറം beta-HCG ചെയ്യുമ്പോൾ ബ്ലഡിൽ ഈ ഒരു beta-HCG ലെവൽ നോക്കുമ്പോൾ ആൻഡ് ഇറ്റ് വാസ് പോസിറ്റീവ്. അപ്പോൾ ട്രേസ് പോസിറ്റീവ് ആയിരുന്നു. 5 above ആയിരുന്നു. 5.8 സംതിങ് ആയിരുന്നു. ഓക്കെ, അപ്പം ഐ വാസ് ഡിക്ലെയർഡ് പ്രഗ്നന്റ്. 1 week കഴിഞ്ഞ് വി റിപ്പീറ്റഡ് ദ ബ്ലഡ് ടെസ്റ്റ് ആസ് വെൽ. ദെൻ വി വെന്റ് ഫോർ എ സ്കാൻ. പ്രഗ്നൻസി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 ട്രൈമസ്റ്റേഴ്സിലേക്കാണ്. അതായത് ആദ്യത്തെ 3 മാസം ഫസ്റ്റ്, 4, 5, 6 സെക്കൻഡ് ആൻഡ് ദ ലാസ്റ്റ് 3 തേർഡ്. അപ്പോൾ ആദ്യത്തെ 3 മാസം ആണ് ഇതിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അവസാനത്തെ 3 മാസവും സൂക്ഷിക്കണം, പക്ഷെ ആദ്യത്തെ 3 മാസമാണ് ഏറ്റവും സൂക്ഷിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഓടാൻ പാടില്ല, ചാടാൻ പാടില്ല, സ്പീഡിൽ നടക്കാൻ പാടില്ല, സ്റ്റെപ്പ് കയറാൻ പാടില്ല, വെയിറ്റ് എടുത്ത് പൊക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്നൊരു ഡൗട്ട് തോന്നി തുടങ്ങിയാൽ അപ്പോൾ തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫോളിക് ആസിഡ് വിത്ത് DHA. ആ സമയത്തുള്ള കുഞ്ഞാവയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എംബ്രിയോ. കാരണം അത് ഡെവലപ്പായി വരുമ്പോഴാണ് അതൊരു ബേബി ആവുന്നത്. അപ്പം ന്യൂറൽ ട്യൂബിൽ എന്തെങ്കിലും ഡിഫക്റ്റോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഫങ്ഷനിങ്ങിനും ഫോളിക് ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഫോളിക് ആസിഡ് ഒറ്റയ്ക്ക് ഫോളിക് ആസിഡ് ആയിട്ടല്ല എടുക്കേണ്ടത്. ഫോളിക് ആസിഡ് വിത്ത് DHA. ഡോസേജ് വരുമ്പോൾ ഫോളിക് ആസിഡ് 5 mg, അതേപോലെ DHA 200 mg ആണ്. അത് അൺവാണ്ടഡ് ട്രാവൽ ഒഴിവാക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സേഫ് ആയിട്ടുള്ള റോഡ്സ് എടുക്കുക. ഒരുപാട് നേരം നിൽക്കാൻ പാടില്ല. അത് ഈ പ്രഗ്നൻസി സ്റ്റേജിൽ ത്രൂ ഔട്ടും അങ്ങനെ തന്നെയാണ്. വാട്ടർ റിട്ടൻഷൻ കൂടും. നീരായിട്ടാണ് കൂടുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം കാണുന്നത് കാലിലാണ് നീര്, പിന്നെ കൈകളിലേക്ക് വരും. അങ്ങനെ കാല് പൊക്കി വെച്ചിട്ടിരിക്കുമ്പോൾ നമ്മുടെ കാലിൽ നീര് കുറയാനുള്ള സാധ്യത ഉണ്ടാവും. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അധികം ചൂസ് ചെയ്ത് കഴിക്കാൻ നോക്കുക. ജങ്ക് അവോയ്ഡ് ചെയ്യുക. ത്രൂ ഔട്ട് പ്രഗ്നൻസി കഴിവതും ജങ്ക് അവോയ്ഡ് ചെയ്യുക. ജങ്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോഡിയം ഒരുപാട് അടങ്ങിയിരിക്കുന്ന പൊട്ടേറ്റോ ചിപ്സ്, ഒരുപാട് ചോക്ലേറ്റ്സ്. ഞാൻ ബ്രാൻഡൊന്നും എടുത്ത് പറയുന്നില്ല, പക്ഷെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് നമ്മുടെ ഫേവറേറ്റ് ആയിരിക്കും അതൊക്കെ. പക്ഷേ ഈ ഒരു പീരീഡിൽ അത് ഒഴിവാക്കണം. കാരണം അതിലൊക്കെ അവർ തന്നെ അതിൽ എന്താ പറയുക, ഡിസ്ക്ലെയിമർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും ദാറ്റ് ദിസ് പ്രോഡക്റ്റ് കണ്ടെയ്ൻസ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, ദാറ്റ് ഇസ് അജിനോമോട്ടോ, വിച്ച് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് ദ പ്രഗ്നന്റ് മദർ ആൻഡ് ദ ഫീറ്റസ് വിത്തിൻ ദ മദർ. വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ കഴിക്കാൻ നോക്കുക. സിന്തറ്റിക് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് പിക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില ഫുഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു മിത്താണ് പപ്പായ, പൈനാപ്പിൾ ഇതൊക്കെ. അപ്പോൾ അത് ആക്ച്വലി ട്രുത്താണ്. പൈനാപ്പിളിൻ്റെ കാര്യം എനിക്ക് ആധികാരികപരമായിട്ട് അറിയില്ല. പക്ഷേ പപ്പായയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷനെ ഇതാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പപ്പായ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ സാധാരണ പ്ലേറ്റ്ലെറ്റ് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രഗ്നൻസിയിൽ ഇറ്റ് വിൽ ഡു ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. അപ്പം നമുക്ക് ബ്ലീഡിങ് ടെൻഡൻസി കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രഗ്നൻസിയിൽ പപ്പായ എടുക്കാൻ പാടില്ല. ഡേറ്റ്സ് വളരെ നല്ലതാണ്. നമുക്ക് പ്രഗ്നൻസിയിൽ 4 മാസം തൊട്ട് ഡേറ്റ്സ് എടുക്കാം. പക്ഷെ ആദ്യത്തെ 3 മാസത്തിൽ ഡേറ്റ്സ് എടുക്കരുത് കേട്ടോ. കാരണം അത് ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാക്കും. ഫോണിൻ്റെ യൂസേജ്
ഒന്നാമതായിട്ട് റേഡിയേഷൻ. നമ്മൾ ഫോൺ ഇങ്ങനെ വെച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ റേഡിയേഷൻ നേരെ അടിക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഇപ്പോൾ ആ ഒരു സ്റ്റേജിൽ ബേബി ഇവിടെയല്ല, ബേബി ഉള്ളിലാണ്, നമ്മുടെ പെൽവിസിലാണ് ബേബി ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റിൽ റേഡിയേഷൻ കിട്ടിക്കോളും, കിട്ടാനുള്ള റേഡിയേഷനൊക്കെ കിട്ടിക്കോളും. അപ്പം നമ്മൾ കഴിവതും നമ്മൾ തന്നെ ഈ ഫോൺ ഒത്തിരി ഉപയോഗിക്കുന്നത് നല്ലതല്ല. അപ്പം ഇഫ് യു ആർ പ്രഗ്നന്റ് ഇറ്റ് ഇസ് വെരി വെരി ഹാംഫുൾ. അപ്പോൾ അതുകൊണ്ട് കഴിവതും ഫോണിൻ്റെ യൂസേജ് കുറയ്ക്കാൻ നോക്കുക. അത് റേഡിയേഷൻ്റെ കാര്യം കൊണ്ട് മാത്രമല്ല, സ്ക്രീൻ ടൈമിൻ്റെ കാര്യം കൊണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യത്തെ ഒരു 2 വയസ്സ് വരെ സ്ക്രീൻ ടൈം 0 ആണ് അവർക്ക്. അതേപോലെ തന്നെ 2 വയസ്സ് കഴിഞ്ഞാലും 5 വയസ്സ് വരെ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് സ്ക്രീൻ ടൈം കാണിക്കുന്നത്. കുഞ്ഞ് പുറത്ത് വരാൻ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ. കുഞ്ഞുള്ളിലുള്ളപ്പോൾ തന്നെ നമ്മളത് ചെയ്യണം. കാരണം ഈ ഒരു സ്ക്രീൻ എക്സ്പോഷർ, സ്ക്രീൻ ടൈം, അമ്മ കാണുന്നത് കുഞ്ഞും കാണുന്നുണ്ട്, അമ്മ കേൾക്കുന്നത് കുഞ്ഞും കേൾക്കുന്നുണ്ട്, അമ്മ ഫീൽ ചെയ്യുന്ന എല്ലാ ഫീലിങ്സും ഇമോഷൻസും കുഞ്ഞിനും അതേപോലെ തന്നെ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കണം. സ്ക്രീൻ ടൈം 0 ആക്കണം നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? 1 റേഡിയേഷൻ, 2 കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. വീട്ടിൽ ഞാൻ അധികവും ആർട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസിലൊക്കെ ആയിരുന്നു ഞാൻ എൻഗേജ് ചെയ്തിരുന്നത് ആദ്യത്തെ ഒരു 3 മാസം. പിന്നെ നമുക്ക് TV ഒക്കെ കാണണമെങ്കിൽ കുറച്ച് കോമഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ കോമഡിയിലേക്ക് വരുമ്പോഴാണ് എനിക്ക് അടുത്ത പറയാനുള്ള ഒരു കാര്യം, നമ്മൾ മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, സംസാരിക്കുക, അങ്ങനത്തെ ഡിസ്കഷൻസിൽ എൻഗേജ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിച്ചാലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പോസിറ്റീവായിട്ട് സംസാരിച്ചില്ലെങ്കിൽ പതുക്കെ ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് മാറാൻ നോക്കുക. നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മോർണിംഗ് സിക്നസ്, ഹൈപ്പറെമിസിസ് ഗ്രാവിഡാരം എന്നാണ് നമ്മളിതിന് പറയാറ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കത് ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ 3 മാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഡോക്സിനേറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും സെൽഫായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ആരാണോ അവരോട് പറഞ്ഞ് അവരാണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് അറിയുമ്പോൾ ഫാമിലി എന്നുള്ള പോലെ ആൾക്കാരും വിളിക്കും, പല ഫ്രണ്ട്സും വിളിക്കും. ഹാപ്പി ന്യൂസാണ്, എല്ലാവർക്കും സംസാരിക്കാനും കാര്യങ്ങൾ ചോദിക്കാനും അഡ്വൈസ് തരാനും ഒക്കെ താല്പര്യം ഉണ്ടാവും. ആവശ്യത്തിനുള്ള അഡ്വൈസ് മാത്രം എടുക്കുക. ഒരുപാട് നേരം ഫോണിൽ അങ്ങനെയും നമ്മൾ ഫോൺ യൂസ് ചെയ്യരുത്. കാരണം ഈ പറയുന്ന പോലെ ഇത് നമ്മുടെ ആവശ്യമാണ്. അപ്പം നമ്മൾ ആ ഒരു ഫോൺ കോളിൻ്റെ ഡ്യൂറേഷൻ കൺട്രോൾ ചെയ്യുക. അത് ആദ്യത്തെ സ്കാൻ, അത് കഴിഞ്ഞ് ഹാർട്ട് ബീറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു 60 നിൽക്കുന്ന ഇതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഹാർട്ട് ബീറ്റിന് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് തരുമായിരിക്കും, ഹോർമോണൽ തെറാപ്പിയുടെ രൂപത്തിൽ തരുമായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ച് ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു 6 വീക്സിൽ, അപ്പം ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്വന്തമായിട്ട് ഡിറ്റക്ട് ചെയ്തൊരു 4ാമത്തെ ആഴ്ചയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 6 വീക്സിൽ എനിക്കൊരു സബ്കൊറിയോണിക് ഹെമറേജ് വന്നായിരുന്നു. ഐ വാസ് വർക്കിംഗ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ഞാൻ ഹോർമോണൽ തെറാപ്പിയിലായിരുന്നു. ഐ വാസ് ഇൻ ബെഡ് റെസ്റ്റ്. ടാബ്ലറ്റ്സ് ആയിരുന്നു എനിക്ക് തന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് വളരെ ഹൈ ആണ്. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ എന്താ പറയുക, നമ്മളായിട്ട് കാര്യങ്ങൾ റിസ്ക് വലിച്ച് വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഈ ഒരു പ്രഗ്നൻസിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കിടക്കുന്ന പൊസിഷൻ, ലൈൻ പൊസിഷൻ. അപ്പോൾ ഏറ്റവും നല്ലത് എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്റ്റൊമക്ക് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മുടെ യൂട്രസ് ഇരിക്കുന്നത് ഇവിടെയാണ്, യൂട്രസിനകത്താണ് ബേബി. യൂട്രസ് ഇരിക്കുന്നത് ഇവിടെയാണ്, യൂട്രസിനകത്താണ് ബേബി. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വയറ് ഇങ്ങോട്ട് കിടക്കുന്നു, യൂട്രസ് ഇങ്ങോട്ട് കിടക്കുന്നു, ബേബി അതിൻ്റെ മേലേക്ക് കിടക്കുന്നു, കുഴപ്പമില്ല, ബേബി റിലാക്സ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അതേസമയം നമ്മൾ തിരിച്ചാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ചരിഞ്ഞ് കിടക്കുന്നതെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ യൂട്രസും ബേബി ഇങ്ങോട്ട് കിടക്കും, അതേപോലെ തന്നെ അതിൻ്റെ മേലേക്കായിരിക്കും സ്റ്റൊമക്ക് വന്ന് കിടക്കുക. അപ്പോൾ ബേബിയുടെ പുറത്താണ് ഈ ഒരു പ്രഷർ. അപ്പോൾ അത് നല്ലതല്ല. കംഫർട്ടബിൾ പൊസിഷനാണിത്. അതും നമ്മൾ കിടക്കരുത്. കാരണം കുഞ്ഞിന് ശ്വാസം മുട്ടാനുള്ള സാധ്യതയുണ്ട്. അമ്പലിക്കൽ കോടൊക്കെ കഴുത്തിൽ ചുറ്റി വരാനുള്ള, കോഡ് അറൗണ്ട് ദ നെക്ക് എന്ന് പറയും, അതിനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ മലന്ന് ഒട്ടും കിടക്കാൻ പാടില്ല. അപ്പം നമുക്ക് ആകെ ഒരു നിവൃത്തിയുള്ളത് ഈ ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടക്കൽ തന്നെയാണ്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രഗ്നൻസി പില്ലോ ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ പേരൻസിൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് അധികവും നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസും നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള പല ക്വാളിറ്റീസും ഒക്കെ കിട്ടുന്നത്. ഇത് നമുക്ക് കിട്ടുന്നത് ക്രോമസോംസ് വഴിയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ 23 പെയർസ് ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളത്. അറേഞ്ച്മെന്റ്സിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി, അതായത് ഒരു ക്രോമസോം ആബ്സെന്റ് അല്ലെങ്കിൽ 2 ക്രോമസോംസ് ഇരിക്കേണ്ടതിന് പകരം അവിടെ എക്സ്ട്രാ ഒരു ക്രോമസോം അങ്ങനെ. അപ്പം അങ്ങനെ വരുന്ന നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 11 വീക്സിലാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. 11 വീക്സിൽ എൻ്റെ ആ ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഒരു ഹൈ റിസ്ക് ലോ റിസ്ക് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ എൻ്റെ ഇത് ലോ റിസ്ക് ആയിരുന്നു, ദൈവം സഹായിച്ച്. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഇനി സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് വരുമ്പോൾ 4, 5, 6.
4, 5, 6 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഹണിമൂൺ പീരിയഡ് ഓഫ് പ്രഗ്നൻസി. കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല, നമുക്ക് കുറച്ചൊക്കെ ട്രാവൽ ചെയ്യാം, കുറച്ചൊക്കെ ലീഷർ ട്രിപ്പ്, ഫൺ ട്രിപ്പിനൊക്കെ പോവാം. ഞാനും പോയിരുന്നു. പക്ഷേ നമ്മുടെ ഡോക്ടർ നമുക്ക് മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ അഡ്വൈസ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം. ഞാൻ ആ സമയത്ത് അധികവും ആർട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആയിരുന്നു, പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ. പക്ഷേ പെയിൻറ്റിങ്ങും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോയ്സണസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. കാരണം നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. 5th മന്ത് ആകുമ്പോഴേക്കുമാണ് ഒരു ചേഞ്ച് വരുന്നത്. നമുക്ക് ആദ്യമായിട്ട് മൂവ്മെൻറ്റ് പെർസീവ് ചെയ്യുന്ന സമയം. ക്വിക്കണിങ് എന്നാണ് ആ ഒരു ടേമിന് നമ്മൾ പറയുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു 5th മന്ത് ആയപ്പോൾ ക്വിക്കണിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുവരെ നമുക്കറിയാം അവിടെ ഒരാളുണ്ട് എന്ന്. പക്ഷെ നമുക്ക് ആ ഒരു അനക്കം ആദ്യമായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണൊക്കെ നിറഞ്ഞത് നമ്മൾ വിൽ ബി സോ ഹാപ്പി. ഞാൻ ഈ ഒരു പ്രഗ്നൻസിയിൽ ഓരോ സ്റ്റെപ്പും എൻജോയ് ചെയ്യായിരുന്നു. ഞാനിങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്തത് കൊണ്ട് ആ കൂടെ ആയി. ഐ ഹാഡ് എ ബുക്ക്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു ബുക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി സ്റ്റേജിൽ വായിക്കുന്ന ഒരു 2 വോളിയം ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ആമസോണിൽ മെൻഷൻ ചെയ്യാം. ഒബ്സ്റ്റട്രിക്സും ഗൈനക്കും ഒക്കെ എത്ര പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു ബുക്ക് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. ഓരോ മന്തിലും നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യരുത് എന്ന്. പിന്നെ വരുന്ന സ്കാനാണ് അനോമാലി സ്കാൻ. അനോമാലി സ്കാനും ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന 20th വീക്സിൽ ചെയ്യുന്ന സ്കാനാണ്. 20 വീക്സിൽ ചെയ്യുന്ന ആ സമയത്തും നമ്മൾ ഇതേപോലെ അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. പാർട്ട്ണറിനെയും കൂടെ അകത്തേക്ക് വിളിക്കാൻ. ഒരു ട്രൈമസ്റ്ററിലാണ് നമുക്ക് അയോണും കാൽഷ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഡേറ്റ്സ് ഒക്കെ എടുത്ത് തുടങ്ങാം, കുഴപ്പമില്ല. അതേപോലെ തന്നെ അയോണും കാൽഷ്യവും എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടും ഒരേ സമയത്ത് എടുക്കരുത്. ഒന്നിൻ്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, അതായത് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കോമ്പിനേഷനാണത്. അപ്പോൾ അയോൺ രാവിലെ എടുക്കുകയാണെങ്കിൽ കാൽഷ്യം ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയോ എടുക്കുക. എനിക്ക് ബ്രോങ്കിലാസ്മ വരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ഡിസംബറൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ബ്രോങ്കിലാസ്മ വരുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിവതും അങ്ങനത്തെ എക്സ്പോഷർ ടു കോൾഡ്, എക്സ്പോഷർ ടു ഡസ്റ്റ്, എക്സ്പോഷർ ടു വിൻഡ് ആൻഡ് ബ്രീസ് എല്ലാം ഞാൻ കഴിവതും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. യുണീക്കായിട്ടുള്ളത് ഓരോരുത്തർക്കുള്ള ഓരോ പ്രശ്നങ്ങളാണ്. കാരണം അല്ലെങ്കിൽ ശ്വാസമുട്ടലിന് സാധാരണ നമ്മൾ ബ്രോങ്കോഡൈലേറ്റേഴ്സും സ്റ്റിറോയിഡ്സും ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് പ്രഗ്നൻസി പീരീഡിൽ സേഫ് അല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ബ്രോങ്കോഡൈലേറ്റേഴ്സ് സേഫ് ഇൻ പ്രഗ്നൻസി ഉണ്ട്, അത് ഹൈ ഡോസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അത് എന്തിനാ നമ്മളത് ഇൻ ദ ലോങ് റൺ ഇറ്റ് ഇസ് നോട്ട് വെരി ഗുഡ്. അപ്പോൾ കമ്മിങ് ടു ദ ലാസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് 7, 8, 9. 7, 8, 9 months ആണ് നമ്മൾ ഈ ഒരു ആദ്യത്തെ ട്രൈമസ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട അടുത്ത സമയം. പ്രത്യേകം നമ്മൾ മൂവ്മെൻ്റ് ഒക്കെ കൂടി വരുന്നൊരു സമയമായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ മൂവ്മെൻറ്റ് കൗണ്ട് ചെയ്യുക, ട്രാക്ക് ചെയ്യുക. 1 മണിക്കൂറിൽ നമുക്കൊരു 10 മൂവ്മെൻറ്റ് എങ്കിലും കിട്ടണം. മിനിമം പറയുകയാണെങ്കിൽ 5 മൂവ്മെൻ്റ് ആണ്. 5ൽ താഴെയാണെങ്കിൽ റഷ് ടു ദ ഹോസ്പിറ്റൽ. അപ്പോൾ ഇത് നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ടെൻഷൻ കാരണം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ മിസ്സാവും. അതുകൊണ്ട് നമ്മൾക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ നമ്മളൊരു സൈലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ പോയിരിക്കുക. നമ്മൾ കണ്ണടച്ചിട്ട് നമുക്കറിയാലോ കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടുന്നത് എവിടെയാണെന്ന്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ കൈ വെച്ച് നമ്മുടെ ഉള്ളം കൈയിൽ ആ ഒരു മൂവ്മെൻറ്റ് പെർസീവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ട്രാക്ക് ചെയ്യുമ്പോൾ അതിന് പല റീസൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് നമ്മൾ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ മധുരം കഴിച്ചിട്ടൊക്കെ നമ്മളത് കറക്റ്റ് ചെയ്യാൻ പോകരുത്. മധുരം കഴിക്കുമ്പോൾ ചിലപ്പോൾ പക്ഷേ കുഞ്ഞ് മൂവ് ചെയ്യും, പക്ഷേ എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകരുത്. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞിനോടൊന്ന് സംസാരിക്കുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞ് മൂവ് ചെയ്യും, പക്ഷേ മറ്റെന്തെങ്കിലും ഒരു ഫിസിയോളജിക്കൽ ഇഷ്യൂ കൂടെ അതിൻ്റെ പിന്നിൽ ഉണ്ടാവാം. നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കിയാൽ അത് ഐഡിയലി എന്താണെന്ന് അറിയാൻ പറ്റുമ്പോൾ എനിക്ക് മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്തപ്പോൾ മൂവ്മെൻറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോഴായിരുന്നു എനിക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറച്ച് കുറവായിരുന്നു. അതായത് അഡ്വൈസ് മീ ടു ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ്, വെള്ളം, അതേപോലെ തന്നെ ജ്യൂസ്, എന്തൊക്കെ നമുക്ക് ഫ്ലൂയിഡ്സ് ആയിട്ട് കുടിക്കാവോ അങ്ങനെ കുടിക്കുക. അതിനോടൊപ്പം തന്നെ എനിക്ക് അലനീൻ എന്ന് പറഞ്ഞൊരു സാഷേ, ഹൈ പ്രോട്ടീൻ സാഷയാണ്. അത് പൊടിയാണ്, വെള്ളത്തിലൊന്ന് കലക്കി കുടിക്കാനും തന്നിട്ടുണ്ട്. റെഗുലർ ഇൻ്റർവെൽസിൽ അവർ സ്കാനിങ് ചെയ്യും പൊസിഷൻ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കെഫാലിക് പൊസിഷനാണ് ഏറ്റവും നോർമൽ, അതായത് കുഞ്ഞിൻ്റെ തല ഏറ്റവും താഴെ ഇങ്ങനെ ഇരിക്കണം, അതാണ് ഏറ്റവും നോർമലായിട്ട്. അതിപ്പം കുഞ്ഞിൻ്റെ സ്പൈൻ, അതായത് കുഞ്ഞിൻ്റെ തല ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സ്പൈൻ ഇങ്ങനെയും കാലിതാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അത് ഒന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ തിരിച്ചു ആവാം കേട്ടോ, കുഞ്ഞ് എങ്ങനെയും ഇരിക്കാം. അപ്പോൾ അതിന് റൈറ്റ് ഓക്സിപിറ്റോ ആൻറ്റീരിയർ, ലെഫ്റ്റ് ഓക്സിപിറ്റോ ആൻറ്റീരിയർ, ലെഫ്റ്റ് ഓക്സിപിറ്റോ പോസ്റ്റീരിയർ, റൈറ്റ് ഓക്സിപിറ്റോ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ പല പൊസിഷൻസ് ഉണ്ട്. റൈറ്റ് ഓക്സിപിറ്റോ ആൻറ്റീരിയർ ആയിരുന്നു എൻ്റെ പൊസിഷൻ. അപ്പോൾ കെഫാലിക് ആയിരുന്നുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളിലും കെഫാലിക് ആവണമെന്നില്ല. ചിലരുടേത് ബ്രീച്ച് പൊസിഷനായിട്ട് കിടക്കും, അതായത് ബാക്ക് സൈഡ് ആയിരിക്കും താഴെ ഉണ്ടാവുക. അപ്പം അത് നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് കുഞ്ഞ്
ചിലപ്പോൾ കറങ്ങി വരും, അല്ലെങ്കിൽ ചിലപ്പം പുറത്ത് നമുക്ക് ECB എന്ന് പറയും, എക്സ്റ്റേണൽ സെഫാലിക് കറക്ഷൻ ചെയ്താൽ അത് ഡോക്ടർ തന്നെ മാനുവറിൽ കറക്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ കേസിൽ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. സെഫാലിക് ആയിരുന്നില്ല ആദ്യം, പക്ഷേ പിന്നീട് ഡോക്ടർ മാനുവർ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ചെയ്തത് ഒരു 30 വീക്സ് ഒക്കെ ആയിരുന്നപ്പോഴാണ്. ആൻഡ് എക്സാക്ട്ലി ഒരു 37th വീക്കിലാണ് എനിക്ക് അഡ്മിഷനുള്ള ഡേറ്റ് തന്നത്. ഏറ്റവും ആക്റ്റീവ് സ്റ്റേജ് ഓഫ് ലേബർ 3rd സ്റ്റേജ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ തനിയാണ്, ഒരു ഗ്രാവിറ്റി പുള്ള് പോലെ വളരെ നോർമലി ആയിട്ടാണ് മദർ ഇവിടെ നിന്ന് പുഷ് ചെയ്യാണ്. അതേപോലെ തന്നെ ആയിരിക്കണം കുഞ്ഞും തനിയെ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന തല തനിയെ ഇങ്ങനെ വന്ന് ഈ ഒരു പെൽവിസിൻ്റെ ഹോളിൽ കൂടി ഇങ്ങനെ ഇറങ്ങി വരണമെങ്കിൽ അതൊരു മെക്കാനിസമാണ്. അത് ദൈവം ഉണ്ടാക്കി വെച്ചൊരു മെക്കാനിസം തന്നെയാണ്. ദാറ്റ് ഇസ് കോൾഡ് മെക്കാനിസം ഓഫ് ലേബർ. ആ ഒരു മൂവ്മെൻറ്റ് ഈസാക്കാൻ മദറിൻ്റെ ബോഡിയും റെഡി ആയിരിക്കണം, മദറിൻ്റെ പെൽവിസും റെഡി ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്ത് കുറച്ചൊക്കെ ഒന്ന് അനങ്ങണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ ചെറുതായിട്ടൊന്ന് നടക്കുമായിരുന്നു, അതിൽ കൂടുതൽ എനിക്ക് അഡ്വൈസ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഡോക്ടർ പറയുന്നതനുസരിച്ച് ആ സമയത്ത് മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് നടന്നാൽ മതി. അതേപോലെ ഒരുപാട് ഹാർഡ് ലേബർ ഒന്നും ചെയ്യാൻ പോകണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം, അത് വളരെ നല്ലതായിരിക്കും. അഡ്മിഷൻ ഡേറ്റ് ഒക്കെ തന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബാഗ് ഡെലിവറി ബാഗൊക്കെ എടുത്ത് വെക്കാം. നമുക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ, മസ്റ്റായിട്ടുള്ള സാധനങ്ങൾ, അതേപോലെ നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, നമ്മുടെ എന്താ പറയുക ബേസിക് റെക്കോർഡ്സ്, അതേപോലെ തന്നെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കരുതി നമ്മൾ വെക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഷോർട്സിൻ്റെ രൂപത്തിൽ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് അപ്ലോഡ് ചെയ്തതാണ്. ശരിക്കും ആ സമയത്ത് ഇതേപോലെ ആ ഒരു പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ഫ്യൂ വീക്സിലാണ് നമ്മുടെ ചാനൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ മോനൊരു 6 മാസമൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞാൻ തിരിച്ചു വരുന്നത്. പക്ഷേ എന്നാൽ പോലും ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഫോൺ യൂസേജ് ഇല്ല, ഈ ഒരു വീഡിയോ എടുക്കാൻ മാത്രമേ ഉള്ളൂ ഫോൺ. അത് എഡിറ്റ് ചെയ്യുന്ന ഹസ്ബൻഡാണ്. അപ്പോൾ ഞാൻ എന്തായാലും പ്രഗ്നൻസി ഡെലിവറി ബാഗൊക്കെ എടുത്ത് വെക്കില്ല. അപ്പോൾ ഐ തോട്ട് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. അപ്പോൾ അത് വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡെലിവറിയെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഒരു ഫുൾ ടൈം നോർമൽ ഡെലിവറിയാണ്. എനിക്ക് മൾട്ടിപ്പിൾ ഡ്രഗ് അലർജി ഉണ്ട്. അതായത് എനിക്ക് പെയിൻ കില്ലേഴ്സ് എല്ലാം അലർജിക്കാണ്, അനസ്തെറ്റിക് ഡ്രഗ്സ് മയക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ അലർജിക്കാണ്. ഇപ്പോൾ ലേബർ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് തരാറുണ്ട് നോർമൽ ഡെലിവറി ആണെങ്കിലും. അതും എനിക്ക് തരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഡെലിവറി എങ്ങനെയായിരുന്നു വെച്ചാൽ നല്ല പെയിൻഫുൾ ആയിരുന്നു. ഇതുകൊണ്ട് എന്താ പറയുക പിറ്റോസിൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഓക്സിറ്റോസിൻ ഹോർമോണാണ്. അത് നമ്മുടെ യൂട്രസ് കോൺട്രാക്റ്റായി കുഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അതൊക്കെ ഇടുന്ന സമയത്തേക്ക് ഞാൻ ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം പെയിൻ കാരണം ഞാൻ കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ഡെലിവറി ടൈമിൽ ഹസ്ബൻഡിനെയും കൂടെ അകത്തേക്ക് വിളിക്കാമെന്ന്. പക്ഷെ ആ സമയത്ത് ഞാൻ ആ ഒരു പെയിനിൽ അതങ്ങ് വിട്ടുപോയി. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ കഴിവതും പ്രഗ്നൻറ്റ് ആവുമ്പോൾ ഇതേപോലെ ഒരു പ്ലാൻ വെക്കുക, ഹസ്ബൻഡിനെയും കൂടെ ഡെലിവറി ടൈമിൽ അകത്തേക്ക് വിളിക്കാൻ. പക്ഷെ ഇപ്പോൾ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു, ആ സമയത്ത് ചേട്ടനടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഹി വാസ് ഓൾസോ വെയിറ്റിംഗ് ഫോർ ദ കോൾ. അപ്പം അതായിരുന്നു എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി. ഡെലിവറി സ്റ്റോറിയുടെ ഇതുവരെ കുഞ്ഞ് ജനിച്ച മിനിറ്റ് വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അതായത് ഡെലിവറി കഴിഞ്ഞ് തൊട്ട് എന്തൊക്കെയായിരുന്നു ഞാൻ ചെയ്തത്, ഇപ്പോൾ വരെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, അതായത് എൻ്റെ ഹെൽത്തിനും കുഞ്ഞിൻ്റെ ഹെൽത്തിനും എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ കണ്ടൻറ്റ് ഹെൽപ്ഫുൾ ആയിരുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.